5ാം ക്ലാസ്സിലെ ലിസാനിൽ ഖുർആനിലെ 9ാമത്തെ പാഠം അഷ്ഷുഹൂറുൽ ഹിജ്രിയ്യത്തു. ഷുഹൂർ മാസങ്ങൾ. അഷ്ഷുഹൂറുൽ ഹിജ്രിയ്യത്തു ഹിജ്റ മാസങ്ങൾ. ഹിജ്റ മാസങ്ങളിൽ 1ാമത്തേത് മുഹറം മാസമാണ്. ഹിജ്റ മാസങ്ങൾ 12 പാഠം നോക്കാം. അൽ അവ്വലു 1ാമത്തേത് മുഹറമുൻ മുഹറം. അസ്സാനി 2ാമത്തേത് സ്വഫർ. അസ്സാലിസു 3ാമത്തേത് റബീഉൽ അവ്വൽ. അറാബിഉ 4ാമത്തേത് റബീഉൽ ആഖിർ. അൽ ഖാമിസു 5ാമത്തേത് ജുമാദൽ ഊല. അസ്സാദിസു 6ാമത്തേത് ജുമാദൽ ഉഖ്റ. അസ്സാബിഉ 7ാമത്തേത് റജബ്. അസ്സാമിനു 8ാമത്തേത് ഷഅബാൻ. അത്താസിഉ 9ാമത്തേത് റമളാൻ റമളാൻ മാസം. അൽ ആഷിറു 10ാമത്തേത് ശവ്വാൽ മാസം. അൽ ഹാദി അഷറ 11ാമത്തേത് ദുൽഖഅദ ദുൽഖഅദ മാസം. അസാനി അഷറ 12ാമത്തേത് ദുൽഹിജ്ജ ദുൽഹിജ്ജ മാസം. ഹിജ്റ വർഷ കലണ്ടറിൽ 12 മാസങ്ങളാണുള്ളത്. ആദ്യത്തെ മാസം മുഹറം, സ്വഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ, റജബ്, ഷഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 12 മാസങ്ങൾ നന്നായി പഠിച്ചത്. നുലാഹിലു വനക്റൗ വനുകമ്മിലു പൂരിപ്പിച്ച് വായിച്ച് മനസ്സിലാക്കാം. അൽ വാഹിദു 1 വാഹിദു 1. അൽ അവ്വലു 1ാമത്തേത്. 1 എന്ന് പറയാൻ വാഹിദു, 1ാമത്തേത് അവ്വലു. അൽ ഇസ്നാനി 2. അസ്സാനി 2ാമത്തേത്. അസ്സലാസത്തു 3. അസ്സാലിസു 3ാമത്തേത്. അൽ അർബഅത്തു 4. അറാബിഉ 4ാമത്തേത്. അൽ ഖംസത്തു 5. അൽ ഖാമിസു 5ാമത്തേത്. അസ്സിത്തത്തു 6. അസ്സാദിസു 6ാമത്തേത്. അസ്സബഅത്തു 7. അസ്സാബിഉ 7ാമത്തേത്. അസ്സമാനിയത്തു 8. അസ്സാമിനു 8ാമത്തേത്. അത്തിസ്അത്തു 9. അത്താസിഉ 9ാമത്തേത്. അൽ അഷറത്തു 10. അൽ ആഷിറു 10ാമത്തേത്. അത് ഇവിടെ പൂരിപ്പിക്കാം. പൂരിപ്പിക്കുമ്പോൾ വാഹിദ്, ഇസ്നാനി, സലാസത്തു, അർബഅത്തു, ഖംസത്തു, സിത്തത്തു, സബഅത്തു, സമാനിയത്തു, തിസ്അത്തു, അഷറത്തു. അത് ഇവിടെ പൂരിപ്പിക്കുക. അതുപോലെ തന്നെ ഈ സൈഡിൽ അൽ അവ്വലു, അസ്സാനി, അസ്സാലിസു, അറാബിയു, അൽ ഖാമിസു, അസ്സാദിസു, അസ്സാബിയു, അസ്സാമിനു, അത്താസിയു, അൽ ആഷിറു. അതവിടെ പൂരിപ്പിക്കാം. യുജീബു ഉത്തരം എഴുതാം. 1. അഷ്ഷഹ്റു താസിഉ മിനൽ അഷ്ഹുരിൽ ഹിജ്രിയ്യത്തി മാ ഹുവ. ഷഹ്റു താസിഉ 9ാമത്തെ മാസം. മിനൽ അഷ്ഹുരിൽ ഹിജ്രിയ്യത്തി ഹിജ്റ മാസങ്ങളിൽ 9ാമത്തെ മാസം ഏത്? അഷ്ഷഹ്റു താസിഉ മിനൽ അഷ്ഹുരിൽ ഹിജ്രിയ്യത്തി റമളാൻ. അഷ്ഷഹ്റു താസിഉ മിനൽ അഷ്ഹുരിൽ ഹിജ്രിയ്യത്തി റമളാൻ.
അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ അൽ യൗമു സാദിസു മിൻ അയ്യാമിൽ ഉസ്ബൂഇ മാ ഹുവ. ആഴ്ചയിൽ 6ാമത്തെ ദിവസം ഏതാണ്? അൽ യൗമു സാദിസു 6ാമത്തെ ദിവസം ഏതാണ്? 6ാമത്തെ ദിവസം ദിവസങ്ങളുടെ പേര് എങ്ങനെയാണ്? ആദ്യത്തെ ദിവസം ഞായർ അല്ലേ? യൗമുൽ അഹദ് ഞായർ, യൗമുൽ ഇസ്നൈനി തിങ്കൾ, യൗമുസുലാസാ ചൊവ്വ, യൗമു സുലാസാ ചൊവ്വ, യൗമുൽ അർബിആ ബുധൻ, യൗമുൽ ഖമീസ് വ്യാഴം, യൗമുൽ ജുമുഅ വെള്ളി, യൗമുസ്സബ്ത് ശനി, യൗമുസ്സബ്ത് ശനി, യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈനി, യൗമുസുലാസാ, യൗമുൽ അർബിആ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുസ്സബ്ത്. ഇവിടെ ഏത് ദിവസത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്? 6ാമത്തെ ദിവസം ഏതാണ്? അൽ യൗമു സാദിസു മിൻ അയ്യാമിൽ ഉസ്ബൂഇ യൗമുൽ ജുമുഅ. 6ാമത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് അല്ലേ? യൗമുൽ ജുമുഅ. അൽ യൗമു സാദിസു മിൻ അയ്യാമിൽ ഉസ്ബൂഇ യൗമുൽ ജുമുഅ. അടുത്ത ക്വസ്റ്റ്യൻ ഷുറൂത്തുൽ ഉസ്ലി കം ഹിയ. ഷുറൂത്തുൽ ഉസ്ലി കുളിയുടെ ഷർത്തുകൾ. കം ഹിയ എത്ര? കുളിയുടെ ഷർത്തുകളാണ് ചോദിച്ചിരിക്കുന്നത്. കുളിയുടെ ഷർത്തുകൾ 5 ഷുറൂത്തുൽ ഉസ്ലി ഖംസത്തുൻ. ഷുറൂത്തുൽ ഉസ്ലി ഖംസത്തുൻ. കുളിയുടെ ഫർളുകൾ എത്ര? ഫർളുകൾ 2 കുളിയുടെ ഷർത്തുകൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഷർത്തുകൾ 5 ഷുറൂത്തുൽ ഉസുലി ഖംസത്തുൻ. അടുത്ത ക്വസ്റ്റ്യൻ അസാബിഉൽ യദൈനി കം ഹിയ. 2 കൈവിരലുകൾ എത്ര? 2 കൈവിരലുകൾ എത്ര? അസാബിഉൽ യദൈനി അശറത്തുൻ 10 ആകുന്നു. 2 കൈവിരലുകൾ 10 ആകുന്നു. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.